ഗോപി അസുഖബാധിതരായതിനു ശേഷം 7 or 8 ചലച്ചിത്രങ്ങൾ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. കാരണം ഗോപിയെപ്പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് കരുതി. സേതുമാധവനും ഞാനും കൂടെ ചേർന്ന് കെ സുരേന്ദ്രൻ്റെ ശക്തി 2 ദിവസം ഷൂട്ട് ചെയ്തതാണ്. അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച അളവിലേക്ക് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മറ്റൊരു നടനെ കിട്ടാത്തത് കൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. സന്ധ്യ മേഘനേരം കണ്ടിട്ട് ലക്ഷ്മി വാസ് സോ ഷീ ഫെൽറ്റ് ഇൻ ലവ് വിത്ത് ദറ്റ് ക്യാരക്ടർ. എന്നിട്ട് ലക്ഷ്മി ചെന്ന് ശിവാജി ഗണേശൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇന്തമാതിരി പടം വന്നിരിക്കാം, നിങ്ങൾ കണ്ടിപ്പോൾ அந்த ക്യാരക്ടർ തമിഴിലെ பண்ணണം. അപ്പോൾ കെ ബാലാജി ശിവാജി അഭിനയിക്കാൻ തയ്യാറായി, പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി. അവർക്ക് വേണ്ടി ഇവിടെ മദ്രാസിലെ ബാലാജിയുടെ തിയേറ്ററിൽ ഈ സന്ധ്യമേഘനേരം പ്രൊജക്റ്റ് ചെയ്തു. അത് മൊത്തം കണ്ടിരുന്നതിന് ശേഷം ശിവാജി ഗണേശൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഗോപിയുടെ നേർക്ക്, ഐ കനോട്ട് ഡു ഇറ്റ്, ഓൺലി ഹീ ക്യാൻ പെർഫോം ഇറ്റ്. അതൊരു പക്ഷേ ഓവർ ആക്ടിങ്ങിൻ്റെ നൂൽപ്പാലത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ഏത് നിമിഷവും ഓവർ ആക്ടിങ് എന്നുള്ള നിലയിൽ അരോചകമായി മാറാം. പക്ഷെ അത് നളഭാഗത്തിൽ കൃത്യമായ അളവ് തെറ്റിക്കാതെ അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഈ കഥാപാത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയുള്ള മനോസമർപ്പണത്തിൻ്റെ സാക്ഷ്യമാണ്. അത് ഈ ഡിഡ് ഇറ്റ് വണ്ടർഫുള്ളി. അല്ല, അതിൻ്റെ ഒരു അവസാനത്തെ ഒരു 10-14 സീനാണ് അതിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻ. കാരണം ഇത് എങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് നമുക്കറിയാം. പക്ഷെ അതിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് വളരെ ക്ലേശകരം. കാരണം മനസ്സിൻ്റെ ഈ ഭർത്താവിനെ 100% സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഭർത്താവിനോട് നീതി പുലർത്തുകയും ചെയ്യുന്നൊരു ഭാര്യ നിങ്ങളോട് ചേർന്ന് കിടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ചൂട് എൻ്റെ ശരീരത്തിലേക്ക് വരുമ്പോൾ എൻ്റെ മാറിടത്തിൻ്റെ അറിയാതെ എന്നെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ഊട്ടി പുലർത്താൻ ഞാൻ സഹായിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ എന്നെ പ്രേമിച്ചു പോയ, ഞാൻ തിരിച്ച് പ്രേമിക്കുന്നില്ല എന്നുള്ള സത്യം അറിയാതെ പോയ ഒരു യുവാവ് ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് നൊന്തുള്ള തേങ്ങൽ അറിയാതെ മുഴങ്ങുന്നു. സ്വന്തം ഭർത്താവിനോട് വിശ്വസ്തയായി കൂടെ ചേർന്ന് കിടക്കുന്ന ഭാര്യ മറ്റൊരുത്തിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങൽ സ്വന്തം ആത്മാവിൽ മുഴങ്ങുന്നത് കണ്ട് നീറുക എന്ന് പറയുന്നത്, ഇത്തരം സംഭവങ്ങളാണ് അതിൽ വേണ്ടത്. അതങ്ങനെ വലിയ വാചകമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഗോപി അതിൽ ഈ ചില സീക്വൻസുകളിൽ ഗോപിക്ക് വർക്കില്ലാത്ത സമയങ്ങളിൽ ഗോപിയെ ഞാൻ നിർബന്ധപൂർവ്വം എൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തി. അപ്പോൾ ഗോപിയായിട്ടും ശ്രീവിദ്യയായിട്ടും നെടുമുടി വേണുവായിട്ടും ഞങ്ങളിരുന്നത് പറയുമായിരുന്നു. അപ്പോൾ പറയുമ്പോൾ കൂടുതൽ നീണ്ടുപോയതെല്ലാം കുറയ്ക്കുന്നതിന് ഗോപി അത് പെർഫോം ചെയ്ത് പറയുമ്പോൾ അത്രയും വേണ്ടെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ആ ഒരു 8-10 സീൻ ഉണ്ടായതിൻ്റെ പുറകിൽ ഗോപിയുടെ ക്രിയേറ്റീവായിട്ടുള്ള വലിയ സംഭാവനകളുണ്ട്. കാസർഗോഡ് അടക്കി ഭരിച്ചിരുന്ന KS അബ്ദുള്ള എന്ന് പറയുന്നൊരു യഥാർത്ഥ സ്മഗ്ലറുണ്ട്. അദ്ദേഹം ഒരുപാട് വലിയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം ഭയങ്കര പിന്തുണ നൽകിയിട്ടുള്ള ആൾ കൂടിയാണ്. കാസർഗോഡ് പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു സിനിമ കേരളക്കരയിൽ പറയാൻ നല്ലത് എന്ന് തോന്നിയിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയും അവിടെയുള്ള ചേരി ഭാഗത്തുള്ള ആൾക്കാർ, സാധാരണ കച്ചവടക്കാർ, അവിടെയുള്ള സോഷ്യൽ ഫിഗേഴ്സ്, ഇവരുമായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ അവരിൽ നിന്ന് ലഭിച്ച ഒരുപാട് വിവരങ്ങളാണ് അതിലെ പ്രധാനപ്പെട്ട സീക്വൻസുകൾ പലതും ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അബ്ദുള്ളയുടെ ഒരു പോർട്രേറ്റ് അല്ല. KS അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്തപ്പോൾ കാസർഗോഡ് പൊതുജനങ്ങൾ മുൻകൈയെടുത്ത് ബന്ദ് നടത്തിയ നാടാണ്. അപ്പോൾ ഒരു റോബിൻ ഹുഡിൻ്റെ പരിവേഷമുള്ള ഒരു അധോലോക നായകനെ സാധാരണക്കാരായ ജനങ്ങളെങ്ങനെ ഹൃദയത്തിലേറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് അത് നമ്മൾ വായിച്ചെടുത്തത്. ഒരു റോബിൻ ഹുഡ് എലിമെൻ്റുള്ള കഥാപാത്രമായിരുന്നു താരാദാസ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം. അതിന് രൂപമെടുക്കുന്നതിൽ ഒരുപാട് നിമിഷങ്ങൾ, മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഇൻട്രഡക്ഷൻ പോലും അബ്ദുള്ള പതിവായിട്ട് യാത്രാമധ്യേ ഏതെങ്കിലും ചെക്കിംഗ് ഉണ്ടെങ്കിൽ ചെയ്യാറുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ അയാളുടെ വാഹനത്തിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ തൊട്ടുപുറകെ അയാളെ ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി വരുന്ന കസ്റ്റംസുകാരുടെ ഒരു സംഘം, അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രൈമറി സ്കൂളിൻ്റെ മുമ്പിലൂടെ കൃത്യം സ്കൂൾ വിടുന്നതിന് തൊട്ട് മുമ്പുള്ള നാഴികയിൽ വണ്ടി ഓടിക്കാൻ പറയും. സ്കൂൾ ബെല്ലടിച്ച് കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയത്ത് 50-ൻ്റെ ഒരു നോട്ട് എടുത്തിട്ട്, ഒരു ബണ്ടിലെടുത്തിട്ട് കറൻസി നോട്ടുകൾ പുറത്തേക്ക് എറിയുമ്പോൾ കുട്ടികളത് പിറക്കാൻ വേണ്ടി വരുമ്പോൾ ഇയാൾ രക്ഷപ്പെടുകയും പുറകെ ചേസ് ചെയ്തെന്ന വാഹനം ഇപ്പുറത്ത്, ഇതെല്ലാം അയാൾ കാസർഗോഡ് നഗരത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം പല ഇൻസ്പിറേഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും അയാളുമായിട്ട് നേരിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. അന്നോളം പറഞ്ഞു വന്നിരിക്കുന്ന അധോലോക നായകന്മാരുടെ കഥകളേക്കാൾ അതിനെ വേറൊരു മാനവികതയുടെ തലം കൂടി ഉണ്ടായിരുന്നു. ഈവൻ എ ഡോൺ ഹാസ് എ ഹാർട്ട് ഓർ എ സോൾ എന്ന് പറയുന്ന, അയാൾ ബോധപൂർവ്വം അതിലേക്ക് ആയതല്ല, അയാളുടെ സാഹചര്യങ്ങൾ, അയാളെ ഏൽപ്പിച്ച മുറിപ്പാടുകളുടെ പേരിൽ. പിന്നെ അതിൽ ഒരുപാട് പേര് പിന്നീട്, പ്രത്യേകിച്ചും മറ്റു ഭാഷകളിൽ നിന്നുള്ള പല സംവിധായകരും എന്നോട് ആ പടം കണ്ടതിന് ശേഷം എന്നോട് ഏറ്റവും കൂടുതൽ ആഹ്ലാദപൂർവ്വം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ക്യാപ്റ്റൻ രാജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ മരണമാണ്. ഞാൻ വേട്ടപ്പട്ടികൾ പോലെ നിന്നെ കാർന്ന് തിന്ന് ചവിട്ടി മെതിച്ച് നിൻ്റെ ചോര കൊണ്ട് ഇവിടെ അഭിഷേകം നടത്താൻ വേണ്ടി നിരുന്ന എൻ്റെ വർഗത്തിൽപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുന്നതിനേക്കാളേറെ നിനക്ക് സ്നേഹപൂർണ്ണമായ അഭിമാനപൂർണ്ണമായ മരണം തരുന്നതാണ്. അപ്പോൾ അയാൾ ആവശ്യപ്പെടും ഗിവ് മി മെഴ്സി കില്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്വന്തം കൈകൊണ്ട് തൻ്റെ ആത്മസുഹൃത്തിനെ വെടിവെച്ച് കൊല്ലേണ്ടി വരുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് സിനിമയുടെ അധോലോക വഴികളിൽ, സിനിമയുടെ അധോലോക കഥന വഴികളിൽ നമുക്ക് പരിചിതമല്ലാത്ത ചില മുഹൂർത്തങ്ങൾ, അങ്ങനെ കുറേ മുഹൂർത്തങ്ങൾ അതിലുണ്ടായിരുന്നു.
അത് നേരിട്ട് ഡെനീസ് ജോസഫ് അടക്കമുള്ളവരെ ഇൻസ്പയർ ചെയ്തെന്ന് ഞാൻ കരുതുന്നില്ല. വഴിമാറി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ആ ചിത്രത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു അർത്ഥശൂന്യമായ ആശങ്കകളാണെന്നാണ് ഞാൻ പറയുക. കാരണം മോഹൻലാൽ ഉണ്ണികളെ കഥ പറയാമെന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ് മരിക്കുന്ന ഒരു നായകനെ അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ കൂടെ ചേർന്നാണ് ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ മുഴുവൻ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ നായകൻ പെട്ടെന്നൊരു മരിച്ചങ്ങനെ ഇല്ലാതായി പോകുന്നു, മരണത്തിന് കീഴടങ്ങുന്നു എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ മരണത്തെ അതിൻ്റെ എല്ലാ ഹൃദയൈക്യത്തോടും വേദനയോടും കൂടി തന്നെ, കമ്പാഷനോട് കൂടി തന്നെ ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ചിത്രം തെളിയിച്ചത്. അത് ഈ നമ്മുടെ ഒരു വീരനായക പരിവേഷം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടർച്ചകൾ ഉണ്ടാവില്ല എന്ന ഒരു മൗഢ്യ സങ്കല്പം നമുക്കുണ്ട്. യാത്രാ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞിരുന്ന വലിയ ആശങ്കയുണ്ട്. ഈ ചിത്രം സാമ്പത്തികമായി വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ആളുകളുടെ മനസ്സിൽ ഞാനൊരു ആക്ഷൻ ഹീറോ ആണ്. ഈ പടത്തിൻ്റെ ആദ്യത്തെ റീല് തൊട്ട് അവസാനത്തെ റീല് വരെ ഞാൻ തല്ലുകൊള്ളുകയാണ്, ഒരടി പോലും ഞാൻ തിരിച്ചിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പ്രവചനം തെറ്റായിരുന്നു. കാരണം അയാൾ ആ പ്രണയത്തിന് വേണ്ടി അയാൾ കൊള്ളുന്ന ഓരോ അടിയും ആ പ്രണയത്തിന് വേണ്ടി അയാൾ അനുഭവിക്കുന്ന ത്യാഗമായിട്ടാണ് ഓഡിയൻസ്. അതൊരു 1000 മുഷ്ടി ചുരുട്ടിയുള്ള കിക്കുകളേക്കാൾ ഫലമുണ്ടായിരുന്നു വൈകാരിക തലത്തിൽ ഒരു പ്രണയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെയും അതിൻ്റെ പുറകിലുള്ള നൊമ്പരത്തിൻ്റെ നീറ്റലിൻ്റെയും ഓരോ മുറിപ്പാടുകൾക്ക്. ആ വിധത്തിൽ നമ്മൾ കാണുമ്പോൾ ഉത്സവപ്പിറ്റേന്നിലെ ആ കഥാന്ത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുരുവായൂരമ്പലത്തിൽ മഞ്ജുലാലിൻ്റെ മുകളിൽ ഒരാൾ യഥാർത്ഥത്തിൽ ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വന്നതിൽ നിന്നാണ് നമ്മൾ അതിലേക്കുള്ളൊരു ഇൻസ്പിറേഷനിലേക്ക് പോകുന്നത്. അത് കാണേണ്ട മനസ്സോടെ കണ്ടവരുടെ എല്ലാം മനസ്സിൽ ആഘാതമാണ് തീർത്തത്. ഒരിക്കലും മോഹൻലാൽ അതിലൊരു വീരസാഹസിക നായകനെ ആയിരുന്നില്ല കഥാപാത്രം. വേണ്ടത്ര പക്വമതി അല്ലാത്ത, എന്തിനേയും സ്നേഹിക്കുന്ന, എന്തിനേയും നന്മ മാത്രം നോക്കിക്കാണുന്ന വളരെ ശുദ്ധഹൃദയനായ ഒരു കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന് ഒരിക്കലും തച്ചുടച്ചെല്ലാം പുനഃസൃഷ്ടിക്കാനോ വീണ്ടെടുക്കാനുള്ള ഒരു പർവ്വത്തിലേക്ക് നീങ്ങാൻ പറ്റില്ല. അതൊരു ആർട്ടിഫിഷ്യൽ ഡൈവേർഷനാകുമായിരുന്നു. സാമ്പത്തികമായ ഒരു നേട്ടം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തൊരു ചലച്ചിത്ര നിർമ്മാണമായിരുന്നില്ല. നഷ്ടം വരരുത് എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കാസ്റ്റിങ്ങോ കഥാ തിരഞ്ഞെടുപ്പോ ഒന്നും ആയിരുന്നില്ല. വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് MT സാറുമായിട്ട്. അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾ കടന്നു പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ മനസ്സിൽ 2 കഥകളുണ്ട്. അത് രണ്ടും പുള്ളിക്ക് സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കഥകളാണ്. അതിലൊന്ന് വാനപ്രസ്ഥമാണ്, 2 ഈ പറഞ്ഞ ശ്രീരമണിയുടെ കന്നഡത്തിലുള്ളൊരു കഥയാണ്. ആദ്യം കന്നഡത്തിലുള്ള ഞാൻ ഇന്നോളം കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് നർമ്മം. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ വാനപ്രസ്ഥം ഞാൻ വായിച്ചുള്ളതാണ്. ഈ മിഥുനം എന്ന് പറയുന്ന ശ്രീരമണിയുടെ കഥ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ജീവിതത്തിൻ്റെ അന്നോളം പറഞ്ഞിട്ടില്ലാത്ത ചില ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള ഒരു പറച്ചിലിൻ്റെ സുഖം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2നും തയ്യാറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം, വാനപ്രസ്ഥവം എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് അന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം അത് മാറി ചെയ്തത്. അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ വന്നെത്തുന്നത്. ഒരു വളരെ ആഹ്ലാദകരമായ അനുഭവമായിരുന്നു. കാരണം ഇത്രയും എനിക്ക് വേണ്ടി അദ്ദേഹം ഒരു ചെറുപുഞ്ചിരി എഴുതുവാനും സംവിധാനം ചെയ്യുവാനും തയ്യാറാകുന്ന സമയത്ത് മണിരത്നവും ഗോവിന്ദ് നിഹലാനിയും അടങ്ങുന്ന, മലയാളത്തിലെ ജോഷിയും ഹരിഹരനും അടങ്ങുന്ന വലിയ സംവിധായകർ, മണിരത്നവും ഗോവിന്ദ് നിഹലാനിയും അടങ്ങുന്ന സംവിധായകർ ഇദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ആരുടെയെങ്കിലും ചിത്രം ചെയ്താൽ അഡ്വാൻസായി കിട്ടുന്ന കാശ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരാത്ത ഒരു പടത്തിന് വേണ്ടി അദ്ദേഹം എഴുതാൻ തയ്യാറായത്, സംവിധായകനാകാൻ തയ്യാറായത്. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് വന്നുകൊണ്ട് ഒരു പക്ഷേ നിർമ്മാല്യമൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവലംബിച്ചിരുന്ന ലാളിത്യത്തിൻ്റെ ഏറ്റവും തികഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ചിത്രം ചെയ്യാൻ തയ്യാറായത്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഇദ്ദേഹത്തോടൊത്ത് ഒരുമിച്ചൊരു 1.5 മാസം രാപകൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ മലയാളത്തിൽ ചലച്ചിത്ര രംഗത്തുനിന്ന് മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ലാത്തൊരു സൗഭാഗ്യമാണ്. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഉണർന്ന് 2 മുറികൾ ഉണർന്ന് എഴുന്നേൽക്കുന്നു, ഒരുമിച്ച് പോകുന്നു, ലൊക്കേഷനിൽ നിൽക്കുന്നു. ലൊക്കേഷനിൽ നിന്ന് ഓരോ വീട്ടുകാർ ഊഴമെടുത്തിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ച് ഉച്ചയുറക്കത്തിന് കൊണ്ടുപോകുക. എന്നിട്ട് അദ്ദേഹം ഉറങ്ങുന്ന മുറിയുടെ പുറത്ത് ആളുകൾ കാവൽ നിൽക്കും, ആരും ശല്യപ്പെടുത്താതിരിക്കും. ഉണർന്നു കഴിയുമ്പോൾ ചായ കൊടുത്തിട്ട് കറക്റ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന് തരുന്നു. വൈകുന്നേരങ്ങളിൽ ചായയ്ക്ക് പലഹാരം നമ്മൾ ഉണ്ടാക്കരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കാരണം അവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ചോദിച്ചിട്ട്. ആ ഗ്രാമം ആകെ തിരികെ ചോദിച്ചത് അവിടുത്തെ ഒരു സ്കൂളിലെ ഈ സാധു വിദ്യാർത്ഥികൾക്ക് വസ്ത്രങ്ങളും പാഠപുസ്തകങ്ങളും വിതരണം ചെയ്യുന്നൊരു ചടങ്ങിൽ അത് ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് നിർവഹിക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണ്. ഒരു ഗ്രാമം മുഴുവൻ ഒരു മനസ്സായിട്ടൊരു ചലച്ചിത്രത്തിൻ്റെ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയം തോന്നിയിട്ടുണ്ട്. ഞാനും MT സാറും കൂടെ നിൽക്കുമ്പോൾ അട്ടക്യാമറ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നടന്നു വരുന്നതിൻ്റെ നല്ലൊരു
ഷോട്ട് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. സാറില്ല, നമുക്ക് വേറെ ആംഗിളിൽ എടുക്കാം, ചെരിഞ്ഞല്ലേ വേണ്ടു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 10-12 പേരൊന്ന് ഈ അടയ്ക്കാമരം അവിടെ നിന്ന് കുഴിച്ച് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് നടുകയാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ അതിനോട് സഹകരിച്ചിരുന്നു. എം ടി തന്നെ പറഞ്ഞു, എനിക്ക് ഇന്നോളമുള്ള എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഇത്രയും നാട്ടുകാരുടെ സഹകരണം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നാട്ടുകാരുടെ സഹകരണം ഏകോപിപ്പിച്ചത് ശ്രീമൂലധരൻ മോഹൻ എന്ന് പറയുന്ന എം ടിയുടെ ശിഷ്യനും എൻ്റെ ഒരു സുഹൃത്തുമായ ചങ്ങാതിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ലോസോപ്പേ ലീവ് എടുത്തിട്ട് 10-18 ദിവസം ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെ സ്നേഹം ഒത്തുചേർന്നിട്ടുണ്ടായൊരു ചലച്ചിത്രമാണ്. നിർമ്മാതാവെന്ന് ഞാൻ പേര് വെച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ഒരു സ്നേഹ കൂട്ടായ്മയുടെ ഒരു ഫലമായിരുന്നു ആ ചിത്രം.